Watch full episodes on Jio Hotstar. ഇതൊരു വല്ലാത്ത സാധനമാണല്ലോ. നമ്മുടെ സീലുകൾക്ക് കളിക്കാൻ കൊടുക്കാം, അവർക്ക് ഇഷ്ടപ്പെടും. ഇതിനെ പ്രയോജനപ്പെടുത്തിയാലും നിങ്ങൾ എല്ലാവരും മിണ്ടാതെ ഇവിടെ നിന്നോണം. മാച്ച് കഴിയുന്നത് വരെ ഇവിടെ തന്നെ കാത്തു നിൽക്കുക. അതിനുശേഷം നിങ്ങളെ ഞാൻ അവസാനിപ്പിച്ചേക്കാം. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ മാച്ച് തീർന്ന നമ്മളും തീരും. എന്റെ മോന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇവരുടെ മാച്ച് ഒരിക്കലും അവസാനിക്കല്ലേ. ഇതൊക്കെ ഒരു മാച്ചാണോ? സീലിന്റെ മേത്ത് കയറിയാണോ ഇങ്ങനെ മാച്ച് കളിക്കുന്നത്? ഇതിനൊരു സ്പീഡും ഇല്ല, ഒരു ത്രില്ലും ഇല്ല. ഇതിലും സ്പീഡിൽ ഞങ്ങളൊക്കെ കഴുതപ്പുറത്തിരുന്ന് കളിക്കാറുണ്ടല്ലോ. ഞങ്ങളുടെ പരമ്പരാഗത കളിയെ കളിയാക്കുന്നോടാ. ഈ കളി അത്ര എളുപ്പമല്ല. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം കളിക്കാൻ വാ. കളിയിൽ ജയിച്ചാൽ നിങ്ങളെ സ്വതന്ത്രരാക്കാം. ഇനി അഥവാ തോറ്റാൽ മാച്ചും കഴിഞ്ഞു, നിങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ കളിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഈ അങ്കാര ആരാണെന്നും പിന്നെ എവിടെ ഉണ്ടാവുമെന്നും. തീർച്ചയായിട്ടും ഞങ്ങളുടെ എയറോപ്ലെയിൻ അവരടുത്ത് തന്നെ ആയിരിക്കണം. സമ്മതിച്ചിരിക്കുന്നു. നേരെ ഇരുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. കളി നാളെയാക്കാം. ഇവന്മാരെ കൊണ്ടുപോയി തുറങ്കിലടക്കി. ഇവരെപ്പോഴാ ഡിന്നർ തരിക? എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ഇന്ന് അവസാനത്തെ അത്താഴം കഴിക്ക്. ഇത് കഴിഞ്ഞാ നിങ്ങൾക്ക് കഴിക്കേണ്ട ആവശ്യമേ വരില്ല. പച്ചമീൻ എങ്ങനെയാ കഴിക്കുക? ഇവരിതിന് ഇങ്ങനെയാ തിന്നുന്നത്. ഇവർക്കിതിനെ പൊരിച്ചു തിന്നാനുള്ള ഐഡിയ ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇന്ന് രാത്രി ഇങ്ങനെ വിശന്നിരുന്നേ പറ്റുള്ളൂ എന്നാ. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഇനി എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. പത്തലു എന്തെങ്കിലും ചെയ്യൂ. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. എനിക്ക് സമൂസ തരൂ. സമൂസ, 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 സമൂസ. എന്റെ മോട്ടു, അത് സമോസയല്ല, പച്ചമീനാണ്. അത് കഴിക്കരുത്. ഒന്ന് മാറ്. ഇത് പൊരിച്ച മീനിന്റെ മണമാണല്ലോ. ഇവിടെ ആരാ ഈ മീൻ പൊരിക്കുന്നേ? ഓ എന്റെ ചങ്കുകൾ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്തിനാ എന്നെ എങ്ങനെ നോക്കുന്നത്? കണ്ടില്ലേ ഞാൻ എത്ര മനോഹരമായിട്ടാ മീൻ കഴിക്കുന്നതെന്ന്? നിങ്ങളും കഴിക്കൂ കൂട്ടുകാരെ. വലിയേട്ടാ, നിങ്ങളടുത്ത് ഈ തീ കത്തിക്കുന്ന സ്റ്റൗ ഉണ്ടായിട്ടാണോ ഞങ്ങളോട് പറയാതിരുന്നത്? ഞങ്ങൾ അവിടെ അകത്ത് വിശന്ന് മരിച്ചിരിക്കുമ്പോഴാണോ? കുറെ മീൻ കഴിച്ചല്ലോ, ഇനി ചൂടായിട്ട് നല്ല ഇടിയാപ്പവും കഴിച്ചോ. കുറച്ച് മനുഷ്യനെ കാണിക്കുക. നമുക്ക് ഒരുമിച്ച് മീൻ കഴിക്കാൻ ചങ്കുകളെ. ചുവന്ന ഗോളം, ചുവന്ന ഗോളം, ചുവന്ന ഗോളം. എല്ലാവരും മാറി നിൽക്ക്, മാറി നിൽക്കങ്ങോട്ട്. മാറാൻ, മാറാൻ. പേടിക്കണ്ട, പേടിക്കണ്ട. ചുവന്ന ഗോളമൊന്നല്ല ഇത്. ഇതിന് തീ എന്നാ പറയുന്നത്. ഇതിനെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഒരപകടം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ കുട്ടികളെ, വിശക്കുന്നുണ്ടോ? എടുത്തോ എടുത്തോ, എടുത്ത് കഴിച്ചോ.
മക്കളെ അത് കഴിക്കരുത്. മക്കളെ നിക്ക്, അത് ചുട്ടമീനാണ്, കഴിക്കരുത്. തിരിച്ചു വരൂ. എനിക്ക് വേണം. കഴിച്ചോ. ഇത്രയും രുചിയുള്ള മത്സ്യം ഇതുവരെ കഴിച്ചിട്ടില്ല. ചുവന്ന ഗോളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനവുമുണ്ട്. പക്ഷെ എനിക്കിതിനെ പേടിയാ. പക്ഷെ നിങ്ങൾ എന്തിനാ തീനെ പേടിച്ചത്? കുറച്ചു നാൾ മുമ്പുള്ള കാര്യമാണ്. ഒരു ദിവസം ഞാനും എന്റെ 3 മക്കളും സക്കീര, ഇപ്പോൾ അവരെ നീ കണ്ടില്ലേ, സാബുവും തോബുവും ഒരുമിച്ച് പോകുകയായിരുന്നു. സാബുവിനെയും തോബുവിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഇത് കണ്ടോ, എന്റെ കയ്യിലെ പാടുകൾ കണ്ടോ, തീപ്പൊള്ളിയതിന്റെ. ഈ കാരണം കൊണ്ടാണ് എന്റെ മകൻ സക്കീര അപരിചിതരാരെയെങ്കിലും കണ്ടുമുട്ടിയാൽ കോപം കൊണ്ട് അവനെ പിടിച്ചു നിർത്താനാവില്ല. ഇതുവരെ സാബുവിന്റെയും തോബുവിന്റെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംഭവിച്ചത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ മക്കളെ അങ്കാരയുടെ ഗാങ്ങിൽ നിന്നും തീർച്ചയായിട്ടും ഞങ്ങൾ രക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ മീൻ കഴിപ്പിച്ച് എന്നിട്ട് നല്ല നല്ല വർത്താനങ്ങൾ പറഞ്ഞ് എന്റെ അച്ഛനെ വിഡ്ഢിയാക്കാൻ കഴിഞ്ഞേക്കാം. എന്നെ അല്ല. നാളെ രാവിലെ മാച്ച് കളിക്കാം. എന്നിട്ട് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങളെ ഇവിടുന്ന് സ്വതന്ത്രമാക്കുകയുള്ളൂ. സക്കീര, ശാന്തനാകൂ. കോപം വളരെ നിയന്ത്രിക്കാൻ നീ പഠിക്കണം. കോപം സ്വയം നശിപ്പിക്കും, അഗ്നി എല്ലാവരെയും നശിപ്പിക്കും. നാളെ രാവിലെ തീർച്ചയായും മാച്ച് ഉണ്ടാകും. പൊളിച്ചെടുത്തല്ലോ. നമ്മളെന്തിനാ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കുന്നേ? ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. എന്തെങ്കിലും ചെയ്യേ. കണ്ടില്ലേ, അവരുടെ ഭക്ഷണമല്ലേ നമ്മൾ അന്ന് മോഷ്ടിച്ചതാ. ചെല്ല്, അവരോട് വന്ന് രക്ഷിക്കാൻ പറയേ. കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നുന്നോ? ശരിയാണല്ലോ. വരൂ ഷീലു, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. നന്നായിരുന്നു അല്ലേ? പത്തിലു അത് കണ്ടോ, ആ സീലും പെൻഗ്വിൻസും ഇവരായിരുന്നു അന്ന് നമ്മുടെ ഭക്ഷണം അടിച്ചു മാറ്റി കൊണ്ടുപോയത്. ഹലോ നല്ലവരായ മനുഷ്യരെ, പ്ലീസ് എന്റെ കൂട്ടുകാരെ സഹായിക്കുമോ? പ്ലീസ് സഹായിക്കൂന്നേ. ഓഹോ, കള്ള ശിരോമണികളെ, ഇപ്പോഴെങ്കിലും മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നല്ലോ. ഞങ്ങളുടെ ഭക്ഷണം മുഴുവൻ കട്ട് തിന്നത് പോരാ, എന്നിട്ട് ഞങ്ങളോട് തന്നെ വന്ന് സഹായവും ചോദിക്കുന്നു അല്ലേ? എടുത്തോളൂ, എത്ര വേണേലും കഴിച്ചോളൂ. പക്ഷെ അവരെ രക്ഷപ്പെടുത്തൂ.
നിങ്ങൾ പിടിച്ച മീനിനെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. തിരിച്ചെടുത്തോളൂ, തിരിച്ചെടുത്തോളൂ. പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ, പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ. ശരി ശരി, ഞങ്ങൾ സഹായിച്ചോളാം. കേക്ക് വലിയേട്ടാ, ഈ സീൽസിന് വിട്ടേക്കരുതോ? അവറ്റകൾ കണ്ടിട്ട് പാവം തോന്നുന്നില്ലേ? എനിക്ക് എത്ര വിഷമിച്ചിരിക്കുന്നു. ആഹാ, നിങ്ങൾ ഇവരെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. മാച്ച് കഴിയുന്നു, നിങ്ങളുടെ കാര്യവും കഴിയുന്നു. പത്തിരമാർ തുടങ്ങുന്നതിന് മുമ്പേ തീർക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? പത്തിലും എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു, നീ ഇവരെ ഫുർഫുറി നഗറിലേക്ക് അയച്ചാ ഇവര് നിനക്ക് ചായക്കടക്കാരൻ ചേട്ടന്റെ അടുത്തുനിന്ന് സമോസ വാങ്ങി കൊണ്ടുവരും. പൊളിച്ചേ! അടിപൊളി ഐഡിയ ആണല്ലോ. അതെ ഗാഡ് ചേട്ടാ, നല്ല മനോഹരമായ ഒരു സ്ഥലം കാണണമെന്നുണ്ടോ? വെറും പച്ചപ്പ് മാത്രമുള്ള ഒരു സ്ഥലം. മാത്രമല്ല ആടുന്ന മയിലും പറക്കുന്ന പക്ഷികളും നദിയും കുളവും കാണണമെന്നുണ്ടോ? പച്ചപ്പോ? അതെന്നാ കുന്തമാ? ഉണ്ടെങ്കിൽ കാണിക്കേ. നമ്മളിവിടെ എല്ലായിടത്തും ഐസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഫുർഫുറി നഗരിൽ നിന്ന് നിങ്ങൾ എനിക്ക് നല്ല ചൂടുള്ള സമൂസകൾ കൊണ്ടുവരണം. സമ്മതമല്ലേ? റെഡി സ്റ്റഡി ഗോ. ചായക്കടക്കാരൻ ചേട്ടാ, കേക്ക്. അതെ, എന്നാ ഇത് പിടിച്ചോ. ഈ സമോസ മോട്ടുവിന് കൊടുത്തേക്കേ. മറക്കാതെ കൊടുത്തേക്കണേ. താങ്ക് യു സോ മച്ച്. പോയിക്കോ. ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭക്ഷണം മോഷ്ടിക്കരുത്, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിട്ടും സത്യം തന്നെയാ. നിങ്ങളുടെ ലോകമാണെങ്കിൽ സത്യമായിട്ടും എന്ത് ഭംഗിയാ കാണാൻ. അവിടെ എന്തൊക്കെയുണ്ട്. അത് ഞങ്ങളാണെങ്കിൽ ഇന്ന് വരെ ഇതാ വിചാരിച്ചിരുന്ന, അതായത് ലോകം മുഴുവൻ ഐസ് മാത്രമാണെന്ന്. നിങ്ങൾ സത്യമായിട്ടും വലിയ മനുഷ്യരാ. ഇന്നാ വെച്ചോളൂ നിങ്ങളുടെ സമോസ. പൊളിച്ചേ! അല്ല, ആ സീൽസ് എങ്ങോട്ട് പോയി? സീൽസ് ഒക്കെ എപ്പോഴേ രക്ഷപ്പെട്ടു. സോറി കൂട്ടുകാരാ, വെരി സോറി. സമൂസേ! മോട്ടുപത്ലു, വരൂ നമുക്ക് മാച്ച് തുടങ്ങാം. സക്കീരയുടെ ഇന്നലത്തെ പ്രവൃത്തിയിൽ വിഷമിക്കരുത്. മാച്ച് ആസ്വദിച്ച് കളിക്കൂ. കൂട്ടുകാരെ, നമുക്ക് ഇവരെ കാണിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. എടാ, നീ ഞങ്ങളുടെ സൈഡല്ലേ? ഒരു ഗോൾ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. പിന്നെ ഇവരെ അങ്ങ് തീർത്ത് കളയും. അല്ല കൂട്ടുകാരെ, പെട്ടെന്ന് പോ. അവരെ ഒന്ന് സഹായിക്കേ. അവര് നമ്മുടെ കൂട്ടുകാരല്ലേ. നിങ്ങൾ രണ്ടും പോയിക്കോ, ഇനി ഞങ്ങളെ കളിച്ചോളാം.
മോട്ടു ഇതാ സീൽസുകളാണ് നമ്മൾ മുൻപേ രക്ഷിച്ചില്ലേ? ഇപ്പൊ അവര് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഈ മോട്ടും പത്തിനും ഒരു സംഭവം തന്നെയാണല്ലോ. ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ല. സീലുകളുമായി ഇത്രയും പെട്ടെന്ന് കൂട്ടായോ? ഇവർ അങ്കാരയുടെ ആൾക്കാരാവാൻ വഴിയില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.